അടിപൊളിയായിട്ടുള്ളൊരു വോൾ ഡെക്കോർ ചെയ്തെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഒരു തെർമോക്കോൾ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. തെർമോക്കോൾ ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് ആയാലും എടുക്കാം. അതിന് ശേഷം ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ ഇതുപോലൊരു കാലൊന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അത് വെച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിലങ്കയുടെ അടിപൊളിയായിട്ടുള്ളൊരു വോൾ ഡെക്കോറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നഖമൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു നമ്മൾ കാലിൽ അളുത്തിടുന്ന പോർഷനൊന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്കിൻ കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു അളുത്തിടുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു സ്കിൻ കളർ അടിച്ചു കൊടുക്കുന്നില്ല. ബാക്കിയുള്ള പോർഷൻസ് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോമിംഗ് ലേ ആണ് വേണ്ടത്. ഫോമിംഗ് ലേ ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളപ്പോൾ ചിലങ്ക ചെയ്ത് കൊടുക്കുന്നത്. ചിലങ്ക മാത്രം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ലെയറായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസും ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടൂൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്രോസ് ആയിട്ട് വന്ന് ഇതിലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിലങ്കയുടെ ഡിസൈനൊക്കെ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനിൽ ആ ഒരു റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ കാലിൻ്റെ അടിഭാഗത്തും പിന്നെ ഈ ഒരു സെൻറ്ററിലും ഒക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസൊക്കെ കളിക്കാൻ നേരത്ത് ഈ ഒരു അളുത്തിടുന്ന ഭാഗമാണ് അളുത്തിടുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ചുറ്റിനും ഒരു ഡോട്ട് പോലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു റൗണ്ടിനും പിന്നെ ആ ഒരു കാലിൻ്റെ അടിഭാഗത്തും. പിന്നെ നമ്മൾ ആ ചിലങ്കയുടെ മേൽഭാഗവും ഇതുപോലെ റെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് അട്രാക്റ്റീവ് ആകണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അടിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിലങ്കയുടെ പോർഷനും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഫുള്ളായിട്ടൊന്ന് അടിച്ച് നല്ലോണം ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലായിട്ടൊന്ന് ചെറിയ വർക്ക് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നേർത്തിട്ടുള്ള ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ഡോട്ട് പോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.